കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ആയുസ് വർദ്ധിപ്പിക്കാം, ആരോഗ്യം നിലനിർത്താം. ആയുസ് വർദ്ധിപ്പിക്കാം, ആരോഗ്യം നിലനിർത്താം. ആയുസ്സും ആരോഗ്യവും സർവേശ്വരൻ തന്നാലല്ലേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ കുറെ സ്വത്തുണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ആയുസ് വേണ്ടേ? അതുപോലെ തന്നെ സ്വത്തുണ്ടാക്കി വെച്ചാൽ ആരോഗ്യം ഉണ്ടായില്ലെങ്കിൽ എന്താ കാര്യം? അതും വേണ്ടേ? അപ്പം നമുക്ക് ആയുസ്സും കിട്ടണം, നമുക്ക് ആരോഗ്യവും ഉണ്ടാകണം. എന്നാലും മാത്രമോ സ്വത്തുണ്ടായാലും നമുക്കൊരു ഗുണമുണ്ട്, ഇല്ലേ? അപ്പം ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മ ഈ ആയുസ്സിന്റെ കാരകനാണ്. ആയുസ്സിന്റെ കാരകൻ സൂര്യദേവനാണ്, ഇല്ലേ? ആത്മകാരകനാണ് സൂര്യൻ. സൂര്യൻ ആത്മകാരകനാണ്. അപ്പൊ സൂര്യദേവനെ പൂജിക്കാം, സൂര്യദേവനെ വഴിപാടുകൾ ചെയ്യാം. അപ്പൊ സൂര്യദേവന്റെ സൂര്യഗ്രഹത്തിന്റെ വഴിപാടുകൾ ചെയ്യാം. അതോടൊപ്പം സൂര്യന്റെ ദേവനായ ശിവനെ പൂജിക്കാം. സൂര്യന്റെ ദേവൻ ശിവനാണ്. അപ്പൊ ശിവന് വഴിപാടുകളും പൂജകളും ചെയ്യാം. അതേപോലെ തന്നെ നവഗ്രഹ പൂജ നടത്താം. ഇതും ആയുസ് വർധനക്ക് ഉള്ള നല്ല കാര്യമാണ്. ആയുസ്സും ആരോഗ്യവും നിലനിർത്തിക്കൊണ്ടു പോയാലും മാത്രമേ നമ്മൾക്ക് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ, ഇല്ലേ? ആയുസ്സും ആരോഗ്യവും നിലനിർത്തിക്കൊണ്ടു പോകണം. നമ്മുടെ ജീവിതത്തിന് അത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സൂര്യന്റെ ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലുക, ഏറ്റവും നല്ലത്. സൂര്യന്റെ ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലുക. അതേപോലെ തന്നെ ശിവഭജനം നടത്തുക, ശിവക്ഷേത്രത്തിലുള്ള ദർശനം അത് നടത്തുക. അത് ആയുസിന്റെ ഇതാണ്. അതുകൊണ്ട് കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് നല്ലത്. ഞായറാഴ്ച ദിവസങ്ങളിൽ ശിവഭജനം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കണം. അതുപോലെ തന്നെ പക്കപ്പിറന്നാളിനും ആണ്ടുപിറന്നാളിനും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമവോ നടത്തണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമവോ നടത്തുക വളരെ നല്ല കാര്യമാണ്. ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ മൃത്യുഞ്ജയ ഹോമം നടത്തി കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ശിവന് ധാര പിൻവിളക്ക് ഇതെല്ലാം ചെയ്യുന്നതും ശ്രേയസ്കരമാണ്. അതേപോലെ തന്നെ ശിവന് കൂവളത്തിലെ മാല ചാർത്തി പ്രാർത്ഥിക്കുക. ശിവന് കൂവളത്തിലെ മാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലതാണ്. അതേപോലെ തന്നെ ഏറ്റവും ഗുണകരമായ ഒരു ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണകരമായി കിട്ടുന്ന ഒരു വഴിപാടാണ് ശിവന് മുഴുക്കാപ്പ് ചാർത്തുക. ശിവന് മുഴുക്കാപ്പ് ചാർത്തുക. അത് പൈസ അതിനുള്ള കഴിവുള്ളവർ ശിവന് മുഴുക്കാപ്പ് ചാർത്തി എല്ലാ പക്കപ്പിറന്നാളിനും അതേപോലെ തന്നെ ആണ്ടുപിറന്നാളിനും ഒക്കെ ശിവന് മുഴുക്കാപ്പ് ചാർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ആയുസ്സും ആരോഗ്യവും കിട്ടുന്നതിനുമായി ശിവപ്രാർത്ഥനയും അതുപോലെ സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയും നടത്തിയാൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും സർവേശ്വരൻ നമ്മൾക്ക് തരും. നമ്മളുടെ ജീവിതത്തിന് അത് നമ്മൾക്ക് ശ്രേയസ്കരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.